എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ന പുസ്തകമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ 6ാമത്തെ ബ്ലോക്ക് വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് ദി നാഷണൽ മൂവ്മെന്റ്, ഒന്നാം ലോക യുദ്ധവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും എന്നൊരു ബ്ലോക്കാണിത്. ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള 4 യൂണിറ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ ഒന്നാം ലോക യുദ്ധവും ലക്നൗ പാക്റ്റ് എന്ന് പറയുന്ന ഒരു നിയമം, അതിനായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സംഭവങ്ങൾ, ജാലിയൻ വാലാബാഗ് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ ഉള്ളത് ഹോം റൂൾ മൂവ്മെന്റ്, ആനി ബസന്റിന്റെയും തിലകിന്റെയും പ്രവർത്തനങ്ങൾ, പിന്നെ റൗലത്ത് ആക്റ്റും ജാലിയൻ വാലാബാഗും അങ്ങനെയാണ് വരുന്നത്. അതിനുശേഷം പിന്നെ ഹിന്ദു മഹാസഭ ആൻഡ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ 2 അസോസിയേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ 1ാമത്തെ യൂണിറ്റ് ഇമ്പാക്ട് ഓഫ് വേൾഡ് വാർ ആൻഡ് നാഷണൽ മൂവ്മെന്റ് ലക്നൗ പാക്ട്. ഒന്നാം ലോക യുദ്ധത്തിന് സമയത്ത് ഇവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളുമാണ് ഈ യൂണിറ്റിൽ നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ഒന്നാം ലോക യുദ്ധം? ഒന്നാം ലോക യുദ്ധം നമുക്കറിയാം 1914 മുതൽക്ക് 1918 വരെയാണ് ഒന്നാം ലോക യുദ്ധം നടന്നിട്ടുള്ളത്. ലോകശക്തികൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, USA അങ്ങനെ ഓരോരുത്തരും ചേരി തിരിഞ്ഞ് നിന്നുകൊണ്ട് അലയൻസ് രൂപപ്പെടുത്തിക്കൊണ്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നതായിരുന്നു ഒന്നാം ലോക യുദ്ധം എന്ന് പറയുന്നത്. ഈ ഒന്നാം ലോക യുദ്ധ സമയത്ത് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ആളുകൾ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ബ്രിട്ടീഷിനെതിരെ നിൽക്കുന്ന ജർമ്മനിയുടെ കൂടെ ചേരുകയും പ്രവർത്തനം നടത്തുകയും എല്ലാം ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു ഈ സമയങ്ങളിൽ. ചില ഉദാഹരണങ്ങൾ ബർക്കത്തുള്ള, അങ്ങനെ കുറേ ആൾക്കാർ ഇന്ത്യയുടെ പുറത്തു നിന്നുകൊണ്ട് ഇന്ത്യക്ക് ബ്രിട്ടീഷിനെതിരെ യുദ്ധം നടത്തുമായിരുന്നു. അങ്ങനത്തെ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞാൽ, ആയുധം എടുത്തുകൊണ്ടുള്ള ഒരു വിപ്ലവം ആ കാലഘട്ടത്തിൽ പല ഇന്ത്യക്കാരും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ആംസ്. ആയുധം ഏന്തിക്കൊണ്ടുള്ള വിപ്ലവ പ്രവർത്തനങ്ങൾ ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ് ജതിൻ മുഖർജി എന്ന് പറയുന്നത്. ജതിൻ മുഖർജി ബംഗാളിലുള്ള അതുവരെ ഉണ്ടായിരുന്ന വിപ്ലവ പ്രസ്ഥാനങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ജതിൻ മുഖർജി. പക്ഷെ 1915 ജതിൻ മുഖർജി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഈ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള 2 പേര് രാഷ് ബെഹാരി ബോസും സച്ചിൻ സന്നിയാലാണ്. ഇവർ 2 പേരാണ് അങ്ങനെ ഒരു ജനങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റവല്യൂഷണറി വിപ്ലവകരമായിട്ടുള്ള ഓർഗനൈസേഷൻസിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ വൻതോതിൽ ഇവരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. 8,000 പഞ്ചാബികൾ ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദെൻ രാഷ് ബെഹാരി ബോസ് ജപ്പാനിലേക്ക് എസ്കേപ്പ് ആയി പോകുന്നു, രക്ഷപ്പെട്ടു പോകുന്നു. സച്ചിൻ സന്നിയാൽ കുറേ കാലം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു കാര്യങ്ങൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന നേതാക്കളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടതും കുറേ പേര് മരിക്കുകയൊക്കെ ചെയ്തോട് കൂടിയിട്ട് ഈ വിപ്ലവ പ്രസ്ഥാനങ്ങളൊക്കെ, റവല്യൂഷൻ ഓർഗനൈസേഷൻസിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങളൊന്ന് ഒതുങ്ങുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒന്നാം ലോക യുദ്ധത്തിന്റെ സമയത്ത് ഒരു ഘട്ടത്തിൽ ഉയർന്നു വരികയും പിന്നെ കുറേശ്ശെ അത് താഴ്ന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം അവരൊരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി 1915 രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി വീരേന്ദ്രനാഥ് ചതോപാധ്യായ, ഭുപൻ ദത്ത, ഹർദയാൽ തുടങ്ങിയവരൊക്കെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഈ ഒരു അസോസിയേഷന്റെ സംഘടനയുടെ പ്രധാന ആൾക്കാരെന്ന് പറയുന്നത്. ഇവരുടെ കുറെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ രാഷ് ബെഹാരി ബോസ് തുടങ്ങിയവരുടെ ഒക്കെ പോക്ക് ഈ സംഘടനകളൊക്കെയും ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കാലഘട്ടത്തിൽ 64 ആളുകൾ മരിക്കുകയും 46 പേരെ തൂക്കിക്കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഭാഗമായിട്ട് തന്നെ അലി ബ്രദേഴ്സ്, ആസാദ്, ഹർസാദ് മോഹനി തുടങ്ങിയവരൊക്കെ
കുറേ കാലത്തോളം തടവറയിലാവുന്ന ഒരു സ്ഥിതിയുമുണ്ട്. അതായിരുന്നു ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് 1915 കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളൊരു ഒന്നാം ലോക യുദ്ധം തുടങ്ങുന്ന സമയത്തുള്ള അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഗാന്ധിജിയുടെ ഒരു ഇൻവോൾവ്മെന്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ബ്രിട്ടീഷുകാർ ഒരു അടവ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്നുള്ളൊരു അടവ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമൊക്കെ നടത്താം, അതായത് ബ്രിട്ടീഷുകാരെ സഹായിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്നുള്ള രീതിയൊക്കെ ബ്രിട്ടീഷുകാരും ഈ സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാരെ വിശ്വസിച്ചുകൊണ്ട് ഗാന്ധിജി അടക്കമുള്ളവർ എന്താ പറയുക, ഇതിനെ അനുകൂലിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ യുദ്ധത്തിൽ ഇന്ത്യക്കാരും കൂടെ ബ്രിട്ടീഷുകാരെ സഹായിച്ചുകൊണ്ട് ഇന്ത്യക്കാരും രംഗത്തേക്ക് വരുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. ഗാന്ധിജി അടക്കമുള്ളവർ ഇതിലേക്ക് വരുന്ന ഒരു കാലഘട്ടം. ഗാന്ധിജി, ബാലഗംഗാധര തിലകൊക്കെ സജീവമായിട്ട് കോൺഗ്രസിനെ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിച്ച ഒരു കാലഘട്ടം കൂടിയാണിത്. 1916 കാലഘട്ടത്തിലൊക്കെ ഈ രണ്ടായിട്ട് സ്പ്ലിറ്റായി പോയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിന്നെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. 1915 ഡിസംബർ 1915 തിലകിന്റെ നേതൃത്വത്തിൽ, ബാലഗംഗാധര തിലകിന്റെ നേതൃത്വത്തിൽ എക്സ്ട്രീമിറ്റ്സ് മോഡറേറ്റ്സ് ഗ്രൂപ്പിന്റെ ഒരു ഫ്രാക്ഷൻ വിളിച്ചിട്ട് അതിനോടൊപ്പം തന്നെ ആ ഒരു സെഷനിൽ മുസ്ലിം ലീഗും പങ്കെടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് തീരെ കൂടി ആലോചിച്ചിട്ട് 1916 ലക്നൌവിൽ വെച്ച് കൂടിയിട്ടുള്ള കോൺഗ്രസിന്റെ സെഷനിൽ പിന്നെയും കോൺഗ്രസ് ഒന്നായി പ്രവർത്തിക്കാമെന്നും എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റും കൂടി ഒരുമിച്ച് ചേരുകയും അതിനോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ഇതിന്റെ ഭാഗമാവുകയും ചെയ്തു. അതാണ് ലക്നൗ സെഷൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സെഷൻ 1916 ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. സ്പ്ലിറ്റായി പോയ കോൺഗ്രസ് ഒന്നായി ചേരുകയും മുസ്ലിം ലീഗ് പങ്കാളിത്തത്തിലേക്ക് വരികയും ചെയ്തു. അപ്പൊ ഹിന്ദുസ് മുസ്ലിംസ് എന്നുള്ള ഒരു തർക്കങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടുന്നതിന്റെ തുടക്കമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ഇനി ലക്നൗ പാക്ട് ഈ ഒരു ഒത്തുചേരലിനെയാണ് ലക്നൗ പാക്ട് എന്ന് പറയുന്നത്. ഈ ലക്നൗ പാക്ടിന്റെ പ്രധാനപ്പെട്ട 2 ഉദ്ദേശങ്ങളിലായിട്ട് പറയുന്നത്, ഒന്ന് ഇന്ത്യക്ക് സെൽഫ് ഗവൺമെന്റ്, ഇന്ത്യക്ക് ഇന്ത്യയുടെ സ്വയംഭരണം വേണമെന്നുള്ളതും, ദെൻ രണ്ടാമത്തത് മുസ്ലിംസ് ഓട്ട് ടു ഹാവ് 1/3 ഓഫ് ദി സീറ്റ്സ് ഇൻ ദ നാഷണൽ ഗവൺമെന്റ്. മുസ്ലിംസിന് ഈ എന്താ പറയുക, ഗവൺമെന്റിൽ അഥവാ ഭരണകൂടത്തിൽ 1/3 സീറ്റുകൾ ലഭിക്കണം എന്നുള്ളതും, അത് രണ്ടുമായിരുന്നു ഇതിന്റെ ലക്നൗ പാക്ടിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് സജീവമാകുന്നത് എന്നത് വളരെ പ്രത്യേകതയാണ്. ഒന്നാം ലോക യുദ്ധത്തിനു ശേഷം, അല്ലെങ്കിൽ ഒന്നാം ലോക യുദ്ധം തുടങ്ങിയ 1917 ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം ചമ്പാരൻ സത്യാഗ്രഹം വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒന്നാം ലോക യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ 1918 ശേഷം പിന്നീട് ഗാന്ധിജിയുടെ യുഗമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഗാന്ധിജി സജീവമാകുന്നതും ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാം ലോക യുദ്ധത്തിന്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള റെവല്യൂഷണറി ആക്ടിവിറ്റീസിന്റെ ഒരു ചെറിയ ഭാഗവും, പിന്നെ ഗാന്ധിജിയുടെ വരവും, ലക്നൗ പാക്ട് എന്ന് പറയുന്ന ഒരു പാക്ട്, ലക്നൗ സെഷനെ കുറിച്ച്. ലക്നൗ സെഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. അതിന്റെ സെഷൻ 1916 എന്ന വർഷം ഹിന്ദുസ് മുസ്ലിംസ് അല്ല, മോഡറേറ്റ് എക്സ്ട്രീമിസ്റ്റ് എന്ന് പറഞ്ഞ 2 ഗ്രൂപ്പ് എഗെയിൻ റീജോയിൻ ചെയ്തതിന്റെ കാര്യങ്ങൾ, ദെൻ മുസ്ലിം ലീഗ് ഇതിൽ പങ്കെടുത്തു എന്നുള്ളത്, ഇതൊക്കെ കൊണ്ട് ലക്നൗ സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലക്നൗ പാക്ടിന്റെ 2 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയാണ് നമുക്ക് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.